പല രീതിയിലും ബിരിയാണി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്, ഒരു തട്ടിക്കൂട്ടൽ ബിരിയാണിയാണ്. പക്ഷെ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക്, അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/2 കിലോ ബിരിയാണിയുടെ അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇനി ഇതിലോട്ട് 3 തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി, വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. തക്കാളി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് തക്കാളി വഴന്ന് ഈ ഒരു രീതിയിലാകണം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാട്ടോ, വിട്ടുപോയതാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് മട്ടന് അല്ലെങ്കിൽ ബീഫ് എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 കിലോന്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കിലോ റൈസാണ് എടുക്കുന്നത്. പക്ഷെ ഈ ഒരു മട്ടൻ അല്ലെങ്കിൽ ബീഫ് 3/4 കിലോ എടുക്കാട്ടോ. ഇനി ഒരു ഇച്ചിരി വെള്ളം ആ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊരു 3/4 വേവ് വേവിച്ചെടുക്കാട്ടോ ആദ്യം. പിന്നെ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇപ്പൊ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കയ്യിലുള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ തേങ്ങാപ്പാൽ ഏകദേശം 1/2 കപ്പിന്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും പിന്നെ പുതിനയില അരിഞ്ഞതും, 1/2 കപ്പ് മല്ലിയില അരിഞ്ഞത്, ഒരു 1/4 കപ്പിന്റെ അടുത്ത് പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിൽ ചാറുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇതുപോലെ ഇതിന്റെ ചാറൊന്ന് മാറ്റി വെക്കുന്നുണ്ട്, ഒരു 3-4 ടേബിൾ സ്പൂണ്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ള തൈരാണ്, ഏകദേശം ഒരു 1/4 കപ്പ് നല്ല കട്ടി തൈരും കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മളിത് ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി ആദ്യം പാത്രത്തിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം റൈസ് ഇടുന്നുണ്ടെങ്കിൽ ആദ്യം റൈസ് ഇടാം കേട്ടോ. ഞാൻ ആദ്യം ഇതുപോലെ മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിന്റെ മുകളിലോട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ ലെയർ ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരിച്ചിരി മല്ലിയില അരിഞ്ഞതൊക്കെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ മല്ലിയില, പുതിനയില, നെയ്യ് ഒരിച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയത് ഒരിച്ചിരി ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ വീണ്ടും മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിന്റെ മുകളിലോട്ട് ഈ ഒരു ചാറ്, നേരത്തെ മാറ്റി വെച്ച ചാറ് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ചാറ് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരിച്ചിരി ചേർത്ത് കൊടുക്കുക. പിന്നെ നെയ്യ്, അതുപോലെ മഞ്ഞൾപ്പൊടി കലക്കിയത് ഒരിച്ചിരി ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില അരിഞ്ഞതൊക്കെ ചേർത്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ദമ്മിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ഫ്ലെയിം കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ദമ്മിട്ട് എടുത്താൽ മതി. മുകളിലോട്ട് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഒന്ന് ദമ്മിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ബിരിയാണി. ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.